നമസ്കാരം. ഞാൻ അഡ്വക്കേറ്റ് നെൽസൺ തോമസ്. AICCയുടെ പ്രസിഡന്റ് മല്ലികാർജ്ജുന ഖാർഗെ ശ്രീ രമേശ് ചെന്നിത്തലയെ കേരളത്തിന്റെ പ്രചരണ ചുമതലയുടെ അധ്യക്ഷനായി തെരഞ്ഞെടുത്തിരിക്കുകയാണ്. ഈ വരാൻ പോകുന്ന തെരഞ്ഞെടുപ്പ് കേരളത്തെ സംബന്ധിച്ചിടത്തോളം വളരെയേറെ പ്രത്യേകതകളുള്ള തെരഞ്ഞെടുപ്പാണ്. ജനം ഇടതുപക്ഷത്തിന്റെ ഭരണത്തിൽ പൊറുതിമുട്ടിയിരിക്കുന്നു. ജനങ്ങൾ, യഥാർത്ഥ കമ്മ്യൂണിസ്റ്റുകാർ പോലും ഇന്ന് കോൺഗ്രസ് വോട്ട് ചെയ്യാൻ തയ്യാറെടുത്ത് നിൽക്കുന്ന കാലഘട്ടം. കാരണം കമ്മ്യൂണിസ്റ്റ് ഭരണത്തിന് കീഴിൽ ജനം വളരെയേറെ ബുദ്ധിമുട്ടി കഴിഞ്ഞിരിക്കുന്നു. ഒരു കാര്യം ഞാൻ പറയാൻ വന്നത്, ശ്രീ രമേശ് ചെന്നിത്തലയെ എന്തുകൊണ്ട് ഈ പ്രചരണ ചുമതലയുടെ അധ്യക്ഷനായി തെരഞ്ഞെടുത്തു? കേരളത്തിൽ കഴിഞ്ഞ തവണ പ്രതിപക്ഷ നേതാവായിരുന്ന അദ്ദേഹം ഇത്തവണ പ്രതിപക്ഷ നേതാവാകും എന്നുള്ള ഒരു ചിന്തയുണ്ടായിരുന്നു. AICC നേതൃത്വം അദ്ദേഹത്തോട് മാറി നിൽക്കാൻ പറഞ്ഞപ്പോൾ അദ്ദേഹം പുതുതായി വന്ന പ്രതിപക്ഷ നേതാവിനെ ഉൾക്കൊള്ളുകയും അദ്ദേഹത്തിനോടൊപ്പം ചേർന്ന് പ്രവർത്തിക്കുകയും ചെയ്തു. അവിടെ അദ്ദേഹത്തിന് സീനിയോറിറ്റിയോ അങ്ങനെയുള്ള ഒരു ചിന്തകളില്ല. കാരണം പാർട്ടിയുടെ തീരുമാനം, പാർട്ടിയാണ് അദ്ദേഹത്തിന്റെ ആത്മാവ്. അദ്ദേഹത്തെ വളർത്തി വലുതാക്കി മന്ത്രിയാക്കി, അതോടൊപ്പം തന്നെ KPCCയുടെ പ്രസിഡന്റാക്കി, പ്രതിപക്ഷ നേതാവാക്കി, ഇനി കേരളത്തിന്റെ മുഖ്യമന്ത്രിയാകാൻ സാധ്യതയുള്ള ഒരു നേതാവാണ്. അദ്ദേഹത്തെ പാർട്ടി ഒരു സാഹചര്യത്തിലും തടഞ്ഞിട്ടില്ല എന്നുള്ളതാണ്. എന്നാൽ പാർട്ടി പറയുന്നതിനെ എതിർക്കാതെ പാർട്ടിയോട് അച്ചടക്കത്തോടു കൂടി പ്രവർത്തിക്കുന്ന രമേശ് ചെന്നിത്തലയുടെ പ്രത്യേകതകളായി ഞാൻ വേറെ കാണുന്നത്, അദ്ദേഹത്തോടൊപ്പം നിൽക്കുന്ന ഒരാൾ എന്ന രീതിയിൽ, അദ്ദേഹത്തോട് അടുത്ത് നിൽക്കുന്ന ഒരാൾ എന്ന രീതിയിൽ എനിക്ക് വളരെ വലിയ കാര്യങ്ങൾ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട്. അദ്ദേഹം ഒരു നേതാവെന്ന നിലയിൽ പിണറായി വിജയനോ അല്ലെങ്കിൽ മറ്റുള്ള കോൺഗ്രസ് നേതാക്കളായിക്കോട്ടെ, അവരിൽ നിന്നെല്ലാം വിഭിന്നമായി ജനങ്ങൾ ആഗ്രഹിക്കുന്ന, ജനത്തോട് ചേർന്ന് നിൽക്കുന്ന, ജനങ്ങൾക്ക് അക്സസ് ചെയ്യാൻ പറ്റുന്ന ഒരു നേതാവാണ് രമേശ് ചെന്നിത്തല എന്നതാണ് അദ്ദേഹത്തിന്റെ ഏറ്റവും വലിയ പ്രത്യേകത. പിന്നെ ഭരണ നിർവഹണത്തിലാണെങ്കിൽ വളരെ കൃത്യതയോടുകൂടി ഉള്ള വാക്കുകൾ. അദ്ദേഹത്തിന് നമുക്കറിയാം, 2013 ആഭ്യന്തരമന്ത്രി ആയിരിക്കുമ്പോൾ പോലീസിനെ ജനകീയതവൽക്കരിക്കുന്നതിനും അതോടൊപ്പം തന്നെ ഇവിടുത്തെ ഏറ്റവും വലിയ പ്രതിസന്ധി ആയിരുന്ന കൊള്ളപ്പലിശക്കാരിൽ നിന്ന് കേരളത്തെ മാറ്റിയെടുത്ത കുബേര ഓപ്പറേഷൻ നമുക്കറിയാം. അദ്ദേഹം ആർജവമുള്ള ഒരു നേതാവാണ്, അണികളെ ചേർത്ത് നിർത്തുന്ന നേതാവാണ്. എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ പറയുന്നത്, എന്നെ കുടുംബമായി വലിയ സൗഹൃദ ബന്ധം സ്ഥാപിച്ചിട്ടുള്ള ഞങ്ങൾക്ക് എല്ലാവരുടെയും ഒരു ആവശ്യം വരും. എന്നെ സംബന്ധിച്ചിടത്തോളം രാഷ്ട്രീയത്തിൽ സ്ഥാനമോ മാനത്തേക്കാൾ ഉപരി അദ്ദേഹത്തോടൊപ്പം നിൽക്കുമ്പോൾ നമുക്ക് ലഭിക്കുന്ന ഒരു പിന്തുണ, അദ്ദേഹം നമുക്ക് തരുന്ന ഒരു സ്നേഹം, അതാണ് എന്നെ അദ്ദേഹത്തോടൊപ്പം ചേർന്നത്. വർഷങ്ങളായി ഞാൻ രമേശ് ചെന്നിത്തലയോടൊപ്പമാണ്. കാരണം അദ്ദേഹം ഒരു പിതാവിന്റെ സ്നേഹം, ഒരു സഹോദരന്റെ സ്നേഹം നൽകാൻ ഇത് എനിക്ക് മാത്രമായിരിക്കില്ല, അദ്ദേഹത്തോടൊപ്പം നിൽക്കുന്ന എല്ലാ ചെറുപ്പക്കാർക്കും ഇതേ വികാരമായിരിക്കാം. അങ്ങനെയുള്ള ശ്രീ രമേശ് ചെന്നിത്തല കേരളത്തിന്റെ പ്രചരണ ചുമതലയുമായി മുന്നോട്ട് പോകുമ്പോൾ ഒരു കാര്യം ഞാൻ വളരെ വ്യക്തമായി പറയുകയാണ്. നമ്മൾ ഒറ്റക്കെട്ടായി, ഒരു രാഷ്ട്രീയത്തിന്റെ ഒരു രീതിയിലുള്ള നമ്മുടെ വേർതിരിവുകളുമില്ലാതെ UDF എന്ന വികാരത്തിൽ ഒറ്റക്കെട്ടായി, കോൺഗ്രസ്സുകാരെന്ന വികാരത്തിൽ ഒരുമിച്ച് നിന്നുകൊണ്ട് ഇവിടെ ഇടതുപക്ഷ ഭരണത്തിന് അറുതി വരുത്തണം. ഒന്നുറപ്പാണ്, കേരള സംസ്ഥാനത്തിൽ ഇപ്പോൾ വളരെയേറെ വിവേചനങ്ങൾ നടക്കുന്നു. വർഗീയപരമായിട്ടായാലും മറ്റ് പലതരത്തിലുള്ള മത ചിന്തകളുടെ അടിസ്ഥാനത്തിലുമൊക്കെ ഈ രാജ്യത്തെ വിഭജിക്കുവാൻ ശ്രമിക്കുന്നുണ്ട്. കേരളം എന്ന് പറയുന്ന ഈ സംസ്ഥാനം മറ്റുള്ള സംസ്ഥാനങ്ങളിൽ വ്യത്യസ്തമായിരിക്കുന്നത് ജനങ്ങളുടെ ഒത്തൊരുമയോടുകൂടിയ മനോഭാവം, വിദ്യാഭ്യാസപരമായി അല്ലെന്നുണ്ടെങ്കിൽ സാംസ്കാരിക സാമൂഹിക മേഖലകളിലൊക്കെ തന്നെ കേരളീയന്റേതായ ഒരു ശ്രദ്ധ പുലർത്തുന്നുണ്ട്. അതാണ് നമ്മളെ ഭിന്നമാക്കുന്നത്. ഒരു കാര്യം പറഞ്ഞുകൊണ്ട് ഞാൻ നിർത്താം. ശ്രീ രമേശ് ചെന്നിത്തല നേതൃത്വം നൽകുന്ന ഈ തെരഞ്ഞെടുപ്പ് സമിതിയുടെ പ്രവർത്തനങ്ങളിൽ കൈയോട് കൈ ചേർന്ന്, മേയോട് മേയ് ചേർന്ന് ഒരുമിച്ച് നിന്ന് അദ്ദേഹത്തോടൊപ്പം നിന്നുകൊണ്ട് ഈ 140 മണ്ഡലങ്ങളിൽ 100-ൽ പരം മണ്ഡലങ്ങൾ ജയിച്ചുകൊണ്ട് കോൺഗ്രസ് അധികാരത്തിലേക്ക് വരണം. UDF, നമ്മുടെ പ്രതിപക്ഷ നേതാവ് പറയുന്നത് പോലെ 110 സീറ്റുകളാണ് നമ്മുടെ ലക്ഷ്യം. ആ ലക്ഷ്യം പൂർത്തീകരിക്കുവാൻ ഒരുമനപ്പെട്ട മനസ്സോടുകൂടി ഒരുമിച്ച് പ്രവർത്തിച്ചു കഴിഞ്ഞാൽ നമുക്ക് 100% വിജയിക്കാൻ കഴിയും. അതിന് കഴിയട്ടെ എന്ന് ആശംസിക്കുന്നു. നന്ദി, നമസ്കാരം, ജയ് ഹിന്ദ്.